സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും അവനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കാണുകയും തക്കതായിട്ടുള്ള തുണയെ സൃഷ്ടിച്ച് നൽകി മനുഷ്യവർഗത്തിന് അനുഗ്രഹീതമായിട്ടുള്ള കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചു നൽകിയവനായ ദൈവമേ, ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇതിന്റെ മകനെയും ഇതിന്റെ മകളെയും അവിടുത്തെ കർമ്മയുടെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Give it up and go home. Dream about your life in a car on the way to a place you don't know. Your heart is a melt, free in the sky. സംതൃപ്തിയിലും കഴിയുന്ന ഒരു പുത്തൻ കുടുംബം കെട്ടിപ്പടുക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിനിടെ പ്രദാനം ചെയ്യണം. Grow old again. Could you show me how to lose myself? എന്റെ കർത്താവേ, ജിമ്മിച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ പരിചയപ്പെട്ടിട്ട് 7 വർഷമായി. ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. പിന്നെ ഭയങ്കര ലവബിളാണ്, കെയറിങ് ആണ്, എന്തുകൊണ്ടും ബെസ്റ്റാണ്. We believe in the trees, but they're not as tall as they used to be. You and I were never this simple till we became the least. Could you show me how to lose myself in the hope that I know you will be here tomorrow? Give me all that you have left. Could we stay? സുഖമായി മനസ്സോടും പൂർണ്ണമായി സമ്മതിച്ചോടുകൂടി മറിയത്തിന് നിന്റെ ഭാര്യയായി സ്വീകരിക്കും. മറിയം നിശ്ചിതാനയും നടപടിയും അനുസരിച്ച് സുഖമായി മനസ്സോടും പൂർണ്ണമായി സമ്മതത്തോടും കൂടി യോഹനെ നിന്റെ ഭർത്താവായി ബ്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 7 വർഷമായി. ഇപ്പം ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതുമയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒഫീഷ്യലി കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ നല്ല കൂട്ടുകാർ തന്നെയാണ്. എന്നും അങ്ങനെ തന്നെയാണ്. There will be the day. പേരൻസ് അത്യാവശ്യം ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വലിയ കലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരായിരുന്നു പേരൻസ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലാണെങ്കിലും. സെയിം ഇടവകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. സപ്പോർട്ടായിരുന്നു. നമുക്ക് നമ്മൾ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് അവർ. നമുക്ക് എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പ്രേമിച്ചൊന്നും നടന്നിട്ടില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നൊക്കെ 2 സ്ഥലത്തൊക്കെ ആയിരുന്നു. പിന്നെ ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാം ഭംഗിയായി കല്യാണത്തിൽ അവസാനിച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം. അതെ.